ഹലോ വെൽക്കം ബാക്ക് ടു റീംസ് വ്ളോഗ്സ്. അപ്പോഴേ കർക്കിടകമൊക്കെ കഴിയാറായി. അപ്പോഴാണ് ഞാൻ ഓർത്തെ ചേമ്പും താളൊന്നും കറി വെച്ചില്ലല്ലോ എന്ന്. ഇതിപ്പോൾ കർക്കിടകത്തിലൊന്നും അല്ല കേട്ടോ, അല്ലാത്തപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വെക്കാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ പരിപ്പ് കുത്തി കാച്ചുമ്പോൾ അതിൽ ചേമ്പും താളും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു വലിയ ചേമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തണ്ടങ്ങ് പറിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യുക. പലർക്കും പല ഐഡിയാസൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം അത് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ആ തൊലി അങ്ങ് കളയും. എന്നിട്ട് ഞാൻ പിന്നെ നീളത്തിലൊക്കെയാണ് കേട്ടോ മുറിച്ചിടുക. അധികം കുരുകുരുന്ന് അരിയാറില്ല. എന്നിട്ട് ആ പരിപ്പും കഴുകി ഇട്ടു. ഈ സാധനം മീൻസ് ചേമ്പും താളും കൂടിയിട്ട് നീളത്തിൽ അങ്ങ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചങ്ങ് കുക്കറിൽ കുറച്ച് വിസിലങ്ങ് അടിച്ചെടുത്താൽ മതി. ഏറ്റവും എളുപ്പപ്പണിയാട്ടോ ഇത്. പിന്നെ ഞാൻ കുറച്ച് സവാളയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ അതും നാടനായ അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു നാടൻ പച്ചമുളകും അങ്ങ് അരിഞ്ഞിട്ട് കൊടുത്തു. കൈ കഴുകാൻ മറന്നു പോകണ്ട. കൈ കഴുകാൻ മറന്നു പോയി കഴിഞ്ഞാൽ അത് കണ്ണിൽ എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടും. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. അത് ഏകദേശം മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം മതി കേട്ടോ. പിന്നെ നന്നായിട്ട് അങ്ങ് വിസിലടിപ്പിക്കുക. പരിപ്പ് നന്നായിട്ട് വെന്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നല്ലോണം ചതച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം അതിനെ ഫ്രൈ ചെയ്ത് അങ്ങ് എടുക്കുക. നമ്മുടെ തൃശ്ശൂർ ഇതിന് കുത്തിക്കാച്ചാന്നൊക്കെയാണ് പറയുക കേട്ടോ. പിന്നെ അതേ കുറച്ച് വേപ്പിലയിട്ട് കൊടുത്തു. ഇനി ഇടാനുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് മുളക് പൊടി. അപ്പോൾ കുത്തി പൊടിച്ച മുളക് പൊടി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതിടാം. അപ്പോൾ ഞാൻ ഇവിടെ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ അത് നല്ല മൂത്ത മണം വരുന്ന സമയത്ത് വേഗം തന്നെ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ആ പരിപ്പില്ലേ അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കായം പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. കായം നല്ലതാണ്. അപ്പോൾ ആ കായം പൊടി ഒരു ഇത്തിരി ഇട്ടാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പും താളും പരിപ്പും കൊത്തിക്കാച്ചിയത് റെഡിയായി. ചില ദിവസങ്ങളിൽ എന്താ കറി വയ്ക്കാന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്ന കറിയാട്ടോ ഇങ്ങനത്തെ. കാരണം പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചേമ്പ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരിക്കൽ അത് എടുത്തങ്ങ് ഇങ്ങനെ വയ്ക്കാമെന്ന്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.